റിവ്യൂ ചെയ്യാനുള്ളത് മോണ്ടാൽ റെഡ് വെട്ടിവർ 2008 ഇറങ്ങിയ പെർഫ്യൂം. മോണ്ടാലിൻ്റെ പാക്കേജിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. മോണ്ടാൽ ഒരു നീഷ് ഹൗസാണ്. വില വരുന്നത് ഏകദേശം 8000 അടുപ്പിച്ചാണ് എൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ഇരിക്കുന്ന റീറ്റെയിൽ പാക്കാണ്. പേര് പറയുന്നത് പോലെ തന്നെ വെട്ടിവർ രാമച്ചൻ തന്നെയാണ് ഇതിൻ്റെ നോട്ടായിട്ടുള്ളത്. ഇത് പലപ്പോഴും ഈ ഒരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമ്മളത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. റെഡ് വെട്ടിവർ എന്ന് കൊടുത്തിട്ടുണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. മോണ്ടാൽ എന്ന് പേര് കാണാം. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും. ഇത് അതിൻ്റെ ലോക്ക് മെക്കാനിസം ആണ്. ഇവിടെ മോണ്ടാലിൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളും. ഇത്രയേ ഉള്ളൂ. ബോട്ടിലിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് വുഡി, അരോമാറ്റിക്, ഫ്രഷ് സ്പൈസി, സിട്രസ്, എർത്തി, വാം സ്പൈസി, ബാൽസമിക്, പച്ചോളി. പെർഫ്യൂമർ അറിയാലോ, ഇൻഹൗസ് പെർഫ്യൂമർ തന്നെയാണ് പിയറി മോണ്ടാൽ. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് വെട്ടിവേർ, ഗ്രേപ്പ് ഫ്രൂട്ട്, പെപ്പർ, സീഡാർ, പച്ചോളി, പെറു ബാൾസം. 2006 ഹെർമസ്, ടെറയുടെ ഹെർമസ് ഇറക്കിയതിന് ശേഷം അതിൻ്റെ ഇൻസ്പിരേഷനിൽ മോണ്ടാൽ ഇറക്കിയ പെർഫ്യൂമാണ് റെഡ് വെട്ടിവർ. ഇത് ട്രൈ ചെയ്യാം. ഞാനിത് ട്രൈ ചെയ്തു. വാങ്ങിയിട്ട് ഏകദേശം 4-5 ദിവസമായി. ലോങ്ജിവിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. പണ്ട് ഹെർമസിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നോടൊരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ, ഞാൻ ഉപയോഗിച്ച പെർഫ്യൂം ഏതാണെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയെടുത്ത ഒരു പെർഫ്യൂമാണ് ഹെർമസ്. എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമുകളിൽ ഞാനിപ്പോഴും ഉപയോഗിക്കുന്നതും ഞാൻ കൊണ്ടു നടക്കുന്നതും തീരുമ്പോൾ ഞാൻ വാങ്ങി വയ്ക്കുന്നതുമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഹെർമസ്. ഹെർമസിനെ ഇത്രമാത്രം ജനപ്രിയമാക്കാൻ അതിൻ്റെ കാരണം അതിൽ ചേർത്തിരിക്കുന്ന ഒരു നോട്ട്, ആ നോട്ടാണ് രാമച്ചം. ഇപ്പോൾ ഈ പലർക്കും ഈ രാമച്ചത്തിൻ്റെ മണം അറിയില്ല എന്ന് പറയുമ്പോൾ ഞാനത് ആശ്ചര്യപ്പെടാറുണ്ട്. രാമച്ചത്തിൻ്റെ മണം മലയാളികൾക്ക് പലർക്കും അറിയില്ല. അപ്പം ഞാൻ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടാ ഈ രാമച്ചത്തിൻ്റെ നോട്ട് എന്താണെന്ന് ചോദിക്കുന്നവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം രാമച്ചം മലയാളികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ട് തന്നെയല്ലേ ഇത്. അത്ര കിട്ടാക്കനിയായിട്ടുള്ള നോട്ടല്ല. എന്തിനിപ്പം പണ്ട് ഈ സോപ്പ് വല, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പ് വലയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ സോപ്പ് തേക്കുമ്പോൾ. അതിന് പകരം മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഈ രാമച്ചത്തിൻ്റെ വേര് കൊണ്ടുണ്ടാക്കിയ ഒരു ചകിരിനാരിന്. ഞാൻ പണ്ട് ചകിരിനാര് ഉപയോഗിച്ചിട്ടുണ്ട് ആ കാലത്ത്, നമ്മുടെ പണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ രാമച്ചത്തിൻ്റെ വല. അത് പല അങ്ങാടി കടകളിലും കാണും. ഇത് രാമച്ചത്തിൻ്റെ സോപ്പ് വലയെങ്കിലും കാണും. അപ്പോൾ ഈ രാമച്ചത്തിൻ്റെ മണം അറിയാവുന്നവർക്ക് ഹെർമസ് എന്താണെന്ന് അറിയാം. അതുപോലെ നാച്ചുറലായിട്ടാണ് ഹെർമസിൽ രാമച്ചത്തിൻ്റെ നോട്ട് ചേർത്തിരിക്കുന്നത്. രാമച്ചവും അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നോട്ടും ഓറഞ്ചിൻ്റെ നോട്ടും രാമച്ചവും പിന്നെ പെട്രിച്ചോർ എന്ന് വിളിക്കുന്ന പുതുമണ്ണിൻ്റെ മണവും. ഈ 3 സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ വെച്ചിട്ടാണ് ഹെർമസ് അന്ന് ഏറ്റവും മികച്ച പെർഫ്യൂം എന്നുള്ള അവാർഡ് സ്വന്തമാക്കിയത്. ഇനി ആ ഹെർമസിൻ്റെ DNA, ആ ടെറയുടെ ഹെർമസ് EDTയുടെ DNA, അത് മോണ്ടാലെ എടുത്തിട്ട് അവർ എന്ത് ചെയ്തു? ഹെർമസ് EDTക്ക് പ്രൊജക്ഷൻ ഉണ്ട്, പക്ഷെ ലോങ്ജിവിറ്റി കുറവ്. ഇത് രണ്ടും പരിഹരിച്ച് മോണ്ടാൽ ഇറക്കിയ പെർഫ്യൂമാണ് റെഡ് വെട്ടിവർ. ആ ഹെർമസിൻ്റെ ആ രാമച്ചവും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നോട്ടും പിന്നെ പുതുമണ്ണിൻ്റെ മണവും ചേർത്ത് അവർ കുറേ കൂടി നീഷ് വൽക്കരിച്ച് ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ലാസ്റ്റിങ്ങും കൂടെ കൂട്ടിയെടുത്ത് ചെയ്ത ഒരു വർക്കാണ് റെഡ് വെട്ടിവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പറയത്തക്ക ഒരു നോട്ടുമില്ല. വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ ഏതൊരു രാമച്ചത്തിൻ്റെ മണം സ്മെല്ല് ചെയ്തിട്ടുള്ളവർക്ക് കണ്ണുപൂട്ടി പറയാൻ പറ്റും ഇതിൽ രാമച്ചം അടങ്ങിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ പുതുമണ്ണിൻ്റെ ഒരു പെട്രിച്ചോർ എന്നുള്ള നോട്ട്. പെട്രിച്ചോർ നിങ്ങൾക്കറിയാം, ഇത് പലർക്കും അറിയാവുന്നതാണ്. മഴ പെയ്യാതെ പെട്ടെന്ന് മഴ പെയ്യാത്തൊരു തരിശു നിലത്ത് മഴ പെയ്യുമ്പോൾ പുതുമഴയുടെ ഒരു മണം, പുതുമണ്ണിൻ്റെ മണം. അതിൽ മണ്ണിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ, ഫംഗസുകൾ, അതൊക്കെ അതിൻ്റെ മണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെട്രിച്ചോർ എന്നുള്ളൊരു നോട്ടായിട്ട് മാറുന്നത്. ഞാൻ ഈ മണം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. മിക്കവാറും ഉച്ച സമയത്തായിരിക്കും. ഉച്ചയൂണും ചമ്മന്തിയും ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് മലയാളം പീരീഡ് ആണെങ്കിൽ കുറേ കൂടി ആ ഒരു സിറ്റുവേഷൻ ചേരും. പിന്നെ ജനലിൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഗ്രൗണ്ട് കാണാൻ പറ്റും. പെട്ടെന്ന് ക്ലാസ് നിശബ്ദമാകുന്നു, ആകാശം കറക്കുന്നു, ക്ലാസ് മുറി ഇരുട്ടാകുന്നു, ഇടിയും മഴയും, ചിലപ്പോൾ മഴയായിരിക്കും, ശക്തമായ മഴയായിരിക്കാം, ക്ലാസ് നിശ്ചലമായിട്ടിരിക്കുന്നു. ആ സമയത്ത് ഗ്രൗണ്ടിൽ ഈ മഴ പെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ്. ജനലിൻ്റെ അടുത്തായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മണം ഓടിക്കളിച്ച് ഉഴുതുമറിഞ്ഞ ആ നിലത്ത് ഈ മഴ പെയ്യുമ്പോൾ ഈ വലിയ ഗ്രൗണ്ടിൽ നിന്ന് ഈ മണം എനിക്ക് ജനലിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പുതു മണ്ണിൻ്റെ മണം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു മണം നിങ്ങൾക്കറിയാമെങ്കിൽ അതിൻ്റെ ഒരു നോട്ട് ഇത് ചേർത്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്നത് പെട്രിച്ചോർ. ചിലർക്ക് ഈ പഴയ ലൈബ്രറികളിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ പഴയ ചിതലരിച്ച പുസ്തകങ്ങളിലൊക്കെ ആ ഒരു മണം തോന്നാറുണ്ട്. അതുപോലെ തന്നെ 500ൻ്റെ നോട്ടൊക്കെ, പുതിയ 500ൻ്റെ നോട്ട് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ ഏതാണ്ട് അതുപോലൊരു എർത്തി സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്.
അപ്പോൾ ആ നോട്ടൊക്കെ ചേർത്തിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മണങ്ങളാണ്. രാമച്ചമാണെങ്കിലും ഗ്രേപ്പ് ഫ്രൂട്ട് ആണെങ്കിലും ഈ പറഞ്ഞ പെട്രിച്ചോർ എന്ന പുതുമണ്ണിൻ്റെ മണമാണെങ്കിലും നമുക്കൊരു മഴ പെയ്യുന്ന ഒരു പ്രതീതി, പുറത്തെവിടെയോ മഴ പെയ്യുന്നു, മുറിക്കകത്തിരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് പുറത്തൊരു മഴ പെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു നോട്ടും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എന്നോട് ചോദിച്ചാൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ് ഹെർമസ്. അതുപോലെ ഈ ഒരു പെർഫ്യൂം ആ ഒരു DNA ഉള്ള ഒരു പെർഫ്യൂം നിങ്ങളുടെ ഫ്രഷ് പെർഫ്യൂം ലവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോട്ടാണ് ഈ ഒരു പെർഫ്യൂം. ഞാനിത് പറയും ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം തന്നെയാണ്. ചിലരിത് കുറച്ചും കൂടി മെച്ചൂർഡ് ആയിട്ടുള്ള അല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹെർമസിൻ്റെ ഡീക്കൻറ്റ് ട്രൈ ചെയ്ത അതായത് ഒരു 20-25 വയസ്സ് താഴെയുള്ള ആളുകൾ പോലും ചേട്ടാ എനിക്കിത് ഡീക്കൻറ്റ് ട്രൈ ചെയ്തപ്പോൾ എനിക്കിത് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഒരു ബോട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങി. ഡീക്കൻറ്റ് ട്രൈ ചെയ്ത പലരും എന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് എന്നോട് ചോദിച്ചത് ഏജ് ലിമിറ്റായിട്ട് ഞാൻ പറയുന്നില്ല, ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂം തന്നെയാണ്. അതായത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്യുക. ചില പെർഫ്യൂം ഞാൻ തീർച്ചയായും ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ യൂണീക്നെസ് കൊണ്ടാണ്. ഹെർമസിൻ്റെ മണം വളരെ യൂണീക്കായിട്ടുള്ള ഒരു മണമാണ്. നിങ്ങൾക്ക് മറ്റ് പെർഫ്യൂമിൽ കിട്ടിയിട്ടില്ലാത്തൊരു മണമായതുകൊണ്ടാണ് പലപ്പോഴും ഹെർമസ് മിക്കവാറും ആളുകൾക്ക് അത് വർക്കാകുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇ ഡി ടിയുടെ പ്രത്യേകത, ഇ ഡി ടി പ്രൊജക്റ്റ് ചെയ്യും, നല്ലതുപോലെ മണം പുറത്തേക്ക് പോകും. പക്ഷേ എന്ത് സംഭവിക്കും, അത് ലാസ്റ്റിങ് തീരെ കുറവായിരിക്കും. ഇത് പരിഹരിച്ചിട്ടാണ് മോണ്ടാൽ റെഡ് വെട്ടിവർ ഇറക്കിയത്. ഇ ഡി ടിയുടെ DNA എടുക്കുകയും അത് കുറേ കൂടി നീഷ് വൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കൂട്ടിയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ലാസ്റ്റിങ് നമ്മൾ രാവിലെ ഒരു 6-7 സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഒരു 7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി ആയിട്ട് പറയുന്നത്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. പിന്നെ പീറി മൊണ്ടാണെന്നുള്ളൊരു പെർഫ്യൂമർ, അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം ഒക്കെ നമ്മൾ ട്രൈ ചെയ്താൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഫ്രഷ് പെർഫ്യൂം ഇറക്കിയാലും ഡാർക്ക് പെർഫ്യൂംസ് ഇറക്കിയാലും ലോങ്ജിവിറ്റിയിലും പ്രൊജക്ഷനിലും അയാൾ യാതൊരു തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ യാതൊരു പ്രശ്നവുമില്ല. ടെറഡ് ഹെർമസിൻ്റെ EDT വാങ്ങിയിട്ട് ലാസ്റ്റിംഗ് ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഹെർമസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, ടെറഡ് ഹെർമസ് ട്രൈ ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് ലോങ്ജിവിറ്റി വിഷയമാണ്, പെർഫോമൻസ് എനിക്ക് വേണം, പുറത്തൊക്കെ യാത്ര ചെയ്ത് ഫീൽഡ് വർക്ക് ഉള്ളതാണ്, എനിക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെർമസ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, അങ്ങനെ പറയുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള പെർഫ്യൂമിൽ ഒന്നാണ് ടെറഡ് ഹെർമസ്. കാരണം രാമച്ചത്തിൻ്റെ ഒരു നൈസർഗിക മണവും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു കുളിർമയും പ്രകൃതിദത്തമായ പെട്രിച്ചോറിൻ്റെ മണവും ഇതിഷ്ടപ്പെടാത്ത ആളുകളില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഇനി ഇതിനെല്ലാം പുറമെ എനിക്ക് കാര്യം പറയാനുണ്ട്. പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്റ്റാണ്, അതൊരു സത്യമാണ്. ഞാൻ അതേ മിസ്റ്റേക്ക് ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ഷമാപണം നടത്തുന്നു. പലപ്പോഴും കാണുന്നൊരു കാര്യമാണ് ചില പെർഫ്യൂം നമ്മൾ ഓവർ റേറ്റഡ് ആയിട്ട് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ പെർഫ്യൂം എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്ട്രീംലി സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് പെർഫ്യൂം. നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല, അത് വിഭിന്നമാണത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ അവർ പറയാറുണ്ട് ഈ പെർഫ്യൂം വളരെ ഓവർ റേറ്റഡ് ആണ്. ഞാനത് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, അത് ഞാനിപ്പോൾ ഖേദിക്കുന്നു, ഞാനത് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേട്ടാ കൂൾ വാട്ടർ ഉണ്ടോ? ഞാൻ പറഞ്ഞു കൂൾ വാട്ടർ ലാസ്റ്റ് ചെയ്തില്ലല്ലോ. അയ്യോ ചേട്ടാ, എനിക്ക് കൂൾ വാട്ടർ പിറ്റേന്ന് എനിക്ക് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂൾ വാട്ടർ ലാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് തീരെ വർക്കൗട്ട് ആവാത്ത ആൾക്കാരുണ്ട്, തീരെ ലോങ്ജിവിറ്റി കിട്ടാത്ത ആൾക്കാരുണ്ട്. ചിലരുടെ കയ്യിൽ നീഷ് പെർഫ്യൂംസ് ഒരുപാടുണ്ട്, എങ്കിലും ചിലർ ക്ലോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആകാത്തൊരു നോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പെർഫ്യൂം അത് ഓവർ റേറ്റഡ് ആണ്, ഇതിൻ്റെ ഹൈപ്പ് ശരിയല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന ശാഠ്യം നമ്മളത് നിർത്തണം, അത് ശരിയല്ല. ഇതൊരു മാനദണ്ഡമല്ല, അവനവന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതിന് മാനദണ്ഡം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5-6 പെർഫ്യൂംസ് എടുത്ത് വെച്ചിട്ട് ഈ പെർഫ്യൂം ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം അഭിപ്രായമാണത്. ഞാൻ ഓവർ റേറ്റഡ് ആയിട്ട് പറയുന്ന പെർഫ്യൂം മറ്റൊരാളുടെ സിഗ്നേച്ചർ പെർഫ്യൂം ആയിരിക്കാം. ഞാൻ ഹൈപ്പ് കൊടുക്കുന്ന ഒരു പെർഫ്യൂം മറ്റൊരാൾക്ക് തീരെ വർക്കൗട്ട് ആകാത്തത് ചിലപ്പോൾ അദ്ദേഹത്തിന് തലവേദന വരുന്ന ഒരു DNA ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആകാത്ത കുറച്ച് പെർഫ്യൂംസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്, ഞാൻ പെട്ടു എന്ന് പറയുമ്പോൾ അതിനിഷ്ടപ്പെട്ട ആ കേൾവിക്ക് ഇമ്പക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയും. ഇനി ഇതുപോലെ കുറച്ച് പെർഫ്യൂംസ് എടുത്തിട്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്, കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറച്ച് ആൾക്കാർ വരും. ഇത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വളരെ സബ്ജക്റ്റീവാണ്. ദയവ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഇത് നീഷ് പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെങ്കിലും ഡിസൈനർ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെങ്കിലും ക്ലോൺ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെങ്കിലും അത് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ആകാത്ത പല പെർഫ്യൂം അടുത്തവൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂം ആയിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് തീരെ വർക്കൗട്ട് ആകാത്ത ഒരു പെർഫ്യൂമാണ് ഡിയോറിൻ്റെ ഈ ഫാരൻഹീറ്റ്. എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല, പക്ഷേ എത്രയോ ആൾക്കാരുടെ സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരുണ്ട്, ഒരു പോലീസുകാരിയാണ്, അവരുടെ സിഗ്നേച്ചർ പെർഫ്യൂമാണ് ഡിയർ ഫാരൻഹീറ്റ്. അപ്പം ഇതെന്തുമാത്രം സബ്ജക്റ്റീവാണ്. കുറോസ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, ഞാൻ കുറോസ് ഉപയോഗിക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ്,
ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറോസ് ഓവറേറ്റഡ് ആണ് അല്ലെങ്കിൽ കുറോസ് ഹൈപ്പ് മാത്രമുണ്ട്, അങ്ങനെയല്ല. ഇത് നിങ്ങൾ എത്ര രൂപ മുടക്കിയാലും 50,000 ആണെങ്കിലും 80,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും ഇനി 250 രൂപയുടെ പെർഫ്യൂം ആണെങ്കിൽ നിങ്ങളെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ റിവ്യൂ പറയുമ്പോൾ ആ നോട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് ശരിക്കും ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നെ ചില പെർഫ്യൂമുകൾ സിന്തറ്റിക് ആകുമ്പോൾ അതിന് ഭംഗി കൂടാറുണ്ട്, ചില പെർഫ്യൂമുകൾ സിന്തറ്റിക് ആകുമ്പോൾ അത് മോശമാകാറുണ്ട്. ഇതെല്ലാം സബ്ജക്റ്റീവാണ്. ഞാൻ പറഞ്ഞത് ഇത് മാറി നമുക്ക് നിലപാടുകൾ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു പെർഫ്യൂമിന്റെ കാര്യത്തില്ല. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാൾ പിന്നീട് ചിലപ്പോൾ അത് ഡാർക്ക് പെർഫ്യൂമിലേക്ക് ഇഷ്ടം മാറി വരാൻ സാധ്യതയുണ്ട്. ഇത് ചേഞ്ച് ആവും. ഇപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഈ പെർഫ്യൂം എടുത്തിട്ട് ഈ പെർഫ്യൂം കൊള്ളത്തില്ല, മോശമാണെന്ന് പറഞ്ഞാൽ ആ മോശമാണെന്ന് അനുകൂലിക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും, അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വരും. ഇനി ഈ പെർഫ്യൂം കിടിലമാണ്, എനിക്ക് 50 കോംപ്ലിമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലിമെൻറ്റ് കിട്ടിയ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തെറ്റാണെന്നോ ഇഷ്ടപ്പെട്ട ആളുകൾ ശരിയാണെന്നോ അല്ല, രണ്ടും ശരിയാണ്. അവരവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ ഇതെന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത്? ഒരു വിഷയം ഒരേ സമയം തെറ്റാകാനും ഒരേ സമയം ശരിയാകാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ റോക്കറ്റ് സയൻസോ PhD ഒന്നും വേണ്ട, സിമ്പിളായി കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റീസെന്റ് കുറച്ച് ക്ലോണുകളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലെ തള്ളു കണ്ട് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ അർമാഫ് ക്ലബ് ഡിന്യൂട്ട് വാങ്ങി കോംപ്ലിമെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ വാങ്ങി കോംപ്ലിമെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അത് വർക്കൗട്ട് ആകാത്ത ആൾക്കാരും ഉണ്ട്. ഇത് രണ്ടും ഒരുപോലെ സത്യമാണ്. അപ്പോൾ ഒരു ഭാഗം മാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് സത്യം എന്ന് വാദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ പെർഫ്യൂം ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ക്ലോസ് വെക്കാറുണ്ട്. ഇത് സബ്ജക്റ്റീവ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ടെറഡെർമസിന്റെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിലെ രാമച്ചവും പ്രകൃതിയോട് ചേർന്ന മണവും പെട്രിച്ചോറും മാൻഡറിൻ ഓറഞ്ചിന്റെയും ബെർഗാമോയുടെ ഒക്കെ മണം ഇഷ്ടമാണ്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓഫീസിൽ ഉപയോഗിക്കാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം. അതുമല്ല, സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ നിങ്ങളൊരു പെർഫ്യൂമിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നു. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇതിൻ്റെ 5 ml 2 ml 10 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.